ഞങ്ങളിന്ന് ഉണ്ടാക്കുന്ന ദാലാണ് കേട്ടോ. ദാല് എന്ന് പറഞ്ഞാല് ഈ ദാലാണ്. ഇത് കാണിച്ചിടുവോ? ഈ ദാലിന് എന്താ പറയാ, മൂങ് ദാൽ എന്ന് പറയും. എനിക്ക് നമ്മളെന്താ പറയാ അറിയില്ല. കുറച്ച് ദാൽ എടുക്കണല്ലോ കേട്ടോ, മനുവിന് മാത്രം മതി. മമ്മ ഡയറ്റാ, സോ ഓൺലി ഫോർ യു. നിനക്ക് ദാല് വേണ്ട. ജമ്മല് പോയപ്പോ ദാലായിരുന്നു എന്നും. എന്താ കഴിച്ചേ? പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നു? ചിക്കൻ വാങ്ങി തന്നോ? ഇല്ല, ചിക്കൻ ഒന്നും ഉണ്ടാക്കി തന്നില്ല. നിനക്ക് ഇഷ്ടമായോ? പാസ്ത ആണോ? നിനക്ക് ജമ്മു ആണോ ഇഷ്ടമായത്, ഇവിടെ കോഴിക്കോടാണോ ഇഷ്ടം? കോഴിക്കോടല്ല, എന്താ ഞാൻ നിന്നെ അങ്ങോട്ടേക്ക് വിടാം. വന്ന് അവിടെ പോയിട്ട് പഠിച്ചോട്ടെ. നീ ജമ്മു പോയി പഠിച്ചാൽ മതി. നന്നായിട്ട് കഴുകുക കേട്ടോ. കുറച്ചേരം വെള്ളത്തിലിട്ട് വെക്കട്ടെ. ദാല് വളരെ കുറച്ചാണ് എടുത്തേക്കുന്നത്, മന്നുവിന് വേണ്ടി മാത്രം. എന്നിട്ട് അതിലേക്ക് ഒരു പച്ചമുളകും മുറിച്ചിട്ടു കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതൊരു വിസിൽ കൊടുക്കാം. ഒറ്റ വിസിൽ മതി. മൂങ് ദാൽ ആയതുകൊണ്ട് തന്നെ ഒരു വിസിൽ മോദാനോ. ആ ഗ്യാസ് കത്തിക്കണ സാധനം കാണുന്നില്ല. അപ്പൊ നമ്മൾ ബോയിൽ ചെയ്യും ദാൽ. ഓക്കെ, നിനക്ക് ഞാൻ വിസിലായിട്ട് എന്നിട്ട് കുറച്ച് നെയ്യ് ഒഴിക്കാം. ഞങ്ങളെ വീട്ടിൽ നെയ്യ് ഭയങ്കര കൂടുതലാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എന്നാലും ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. നെയ്യ് ഒഴിക്കാം. ഈ ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി ഉള്ളൂ കേട്ടോ. ദാല് കുറച്ചായതുകൊണ്ടാണ്. എന്നിട്ട് ഇത് കുത്തണമെന്നില്ല. നമ്മൾ ചൂർന്ന എന്താ പറയുക, പേസ്റ്റ് മതി. നമുക്കിവിടെ പേസ്റ്റ് ഇല്ല. ഞാൻ കുത്തട്ടെ. ജീരകം ഇട്ട് കൊടുക്കാം. പഞ്ചാബി സിമ്പിൾ മൂങ് ദാൽ. എന്നിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം. ഓക്കെ, എന്നിട്ട് അത് നന്നായിട്ട് മൂക്കുമ്പോൾ ഉള്ളി ഇടാം. ഇതാണ് ഉള്ളി കേട്ടോ, കുറച്ചുള്ളി. ഇതപ്പം എടുത്തോണ്ട തന്നെ. ഇതല്ല മമ്മ ചോദിച്ചത്, ആ വുഡിൻ്റെ ആയിരുന്നു ചോദിച്ചത്. ഓക്കെ, നല്ല ബ്രൗൺ കളറാവണം. മൂപ്പിക്കണം. നമ്മൾ കോഴിക്കോട്ടുകാർക്ക് ഞങ്ങളുടേതായ കുറച്ച് ഭാഷകളൊക്കെ ഉണ്ട്. നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. അതിൽ എരിവ് ഇട്ടിട്ടുണ്ട്, ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്. മണ്ണിന് തീരെ എരിവ് വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യാത്തത്. എരിവ് എല്ലാവരും ഇഷ്ടത്തിനോട് കേട്ടോ. ഇതിലേക്ക് വേണമെങ്കിൽ പച്ചമുളക് ഇടാം. പിന്നെ കുറച്ച് ഉപ്പ്. എന്നിട്ട് ഒന്നും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. സോ ദാറ്റ് അതിൻ്റെ ആ പച്ച മണക്കൊന്ന് പെട്ടെന്ന് പോയി കിട്ടും. കുറച്ച് വെള്ളം മതി കേട്ടോ. ആ കുത്തലൊക്കെ ഒന്ന് പോകും. ഇത് മുകളിൽ നമ്മുടെ നെയ്യ് തെളിഞ്ഞ് വരും. നമ്മുടെ വെള്ളമൊക്കെ പോയിട്ടോ, മുകളിലേക്ക് നെയ്യ് വന്നു. എന്നിട്ട് നമുക്ക് ഒരു ടൊമാറ്റോ ഇടാം. ഒരു ടൊമാറ്റോ ഞാൻ ഇട്ടിട്ടില്ല, ഒന്നിൻ്റെ പകുതി ഇട്ടിട്ടുള്ളൂ. കാരണം ഞാൻ കുറച്ച് ദാലെടുത്തിട്ടുള്ളൂ. ദാലിനനുസരിച്ചാണ് ഉള്ളിയും ടൊമാറ്റോ ഒക്കെ എടുക്കേണ്ടത്. എന്നിട്ട് ഈ ടൊമാറ്റോ നല്ലോണമായിട്ട് വീണ്ടും ഇതുപോലെ ഈ നെയ്യ് ഇതിൻ്റെ മേലെ വരണം. അതുവരെ അടച്ചു വെക്കാം. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റുമാണ് ദാലും ചോറും. പക്ഷെ ഭയങ്കര സിമ്പിൾ, ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണ ഒരു കറിയാണ്. ഇപ്പോൾ കണ്ടോ, ഇത് നല്ല നെയ്യായിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ദാല് ഒഴിക്കാം. ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ചിക്കൻ കഴിക്കില്ല കേട്ടോ. എനിക്ക് ചിക്കൻ ഉണ്ടാക്കാനും ഇഷ്ടമില്ല. ഞാൻ ചിക്കൻ കഴിക്കത്തുമില്ല. പിന്നെ അമ്മ വന്നോണ്ട്, മോൻ കുറേ ദിവസം ജമ്മു പോയിട്ട് വന്നോണ്ട് ഓനെ ഉണ്ടാക്കി കൊടുക്കാം. ഇത് ചിക്കൻ കഴിക്കുമോ? എനിക്ക് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഫിഷ് മാത്രമേ കഴിക്കുള്ളൂ. അത് ഞാൻ തൊടില്ല. കുക്ക് ചെയ്യും, ആരെങ്കിലുമൊക്കെ ഒക്കെ ചെയ്തു കൊടുക്കും. പക്ഷെ തൊടലൊക്കെ വേറെ ആൾക്കാർ. ചിക്കൻ ഞാൻ തൊടില്ല. ഇനി ഇതിലേക്ക് എന്തെങ്കിലും വേണോ? സഹായിക്കും. ഉപ്പിട്ട് കുറച്ചും കൂടെ ഇട്ടോ, കുറച്ചും കൂടെ. അമ്മ പറഞ്ഞാൽ മതി. അമ്മയ്ക്ക് എത്ര വേണമെന്ന്. ഇതാ മതിയോ? മഞ്ഞൾപ്പൊടി, ഉപ്പ്, പൊടി, മല്ലിപ്പൊടി. അയ്യോ, എൻ്റെ ദാല് തിളച്ചോന്ന് നോക്കുക. ഞാനാ ദാൽ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, കുറേ മല്ലിച്ചപ്പിടണം കേട്ടോ. നമ്മൾ ഓഫ് ചെയ്യാൻ നേരത്തെ ഒരുപാട് നല്ല അത്യാവശ്യം നല്ല കൈപ്പിടിയിൽ നിറച്ചും മല്ലിച്ചപ്പ് തന്നെ ഇടണം. അതാണ് ശരിക്കും പറഞ്ഞാൽ ദാലിൻ്റെ ആ പക്ക ഫ്ലേവർ കൊടുക്കുന്ന സാധനം. ഇപ്പം നമ്മുടെ ദാലായിട്ടുണ്ട്. ഇനി ഞാൻ മല്ലിച്ചപ്പ് ഇടാണ് കേട്ടോ.
So our dal is ready. ഉള്ളിയും മുളകും ഞമ്മ അത് കുഴക്കണ്ടേ. പിന്നെ ഒരു മിക്സിയിലോട്ട് ഇത്ര പോലെ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കുറച്ച് ഗരം മസാല. ഓക്കെ, ഗരം മസാല, മല്ലിപ്പൊടി വേണ്ടേ? ഇത്ര ഇനിയാണോ? ഇത്ര കുരുമുളക്. മഞ്ഞുന് അധികം എരിവ് വേണ്ടേ? എരിവ് വേണ്ടവർ നല്ലോണം ഇട്ടോളൂ, നമുക്ക് അത്രയ്ക്ക് വേണ്ട. എളുപ്പം ഒരു ചിക്കനും എളുപ്പം ഒരു ദാലുമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വേറെ എന്തെങ്കിലും വേണോ? വേണ്ട. ഉറപ്പാണോ? ഇനി അതിലോട്ട് കുരുമുളക്, വെളുത്തുള്ളി, ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ എന്താട്ടെ ഇഞ്ചി, ഇത്രയെല്ലാം ഇട്ടിട്ടുള്ളൂ. അതും പിന്നെ ഒരു ലെമണും. ലെമൺ ഫിൽട്ടർ ചെയ്തോ. എന്നിട്ടത് എത്ര മിനിറ്റ് വെക്കണം? ഒരു 10 മിനിറ്റ് വെച്ചിട്ട് എടുക്കത്തേക്ക്. ഒരു 10 മിനിറ്റ് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. 10-15 മിനിറ്റ് ഇടാൻ മറന്നുപോയി. പെരുംജീരകം, സോഫ് എല്ലാം ഒക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട് അല്ലേ? ഫ്രൈ ചെയ്യില്ലേ? എന്താ വരട്ടി എടുക്കണം. നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വരട്ടി എടുക്കണം. പറയണേ. മതി 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 മതി. ഓക്കെ, ഇനി ഇതിലേക്ക് വേറെ എന്തെങ്കിലും വേണോ? പിന്നെ മല്ലിയില ഇടാനുള്ളത് അത് ലാസ്റ്റ് അല്ലേ? മല്ലിയില, കറിവേപ്പില. വെളിച്ചെണ്ണയിൽ കിടന്ന് അങ്ങനെ അടിപൊളിയായിട്ട് മണമൊക്കെ വരുന്നുണ്ട്. ഞാൻ കഴിക്കില്ലെങ്കിലും മണമൊക്കെ എനിക്കിഷ്ടം. നല്ല മണം, നല്ല നാടൻ മണം. ഇത് മല്ലിച്ചപ്പവും കറിവേപ്പിലയാണ്. മല്ലിച്ചപ്പവും കറിവേപ്പില ഇട്ടു. കുട്ടി കുട്ടി ചിക്കനാണ് കേട്ടോ എടുത്തത് അല്ലേ? ചെറിയ പീസ്. അങ്ങനെ ചിക്കൻ റെഡി. സോ ദാൽ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയ ദാല് വളരെ സിമ്പിളാണ്. അധികം സിമ്പിളായിട്ടാണ് അമ്മ ചിക്കൻ ഉണ്ടാക്കിയത്, ചിക്കൻ വരട്ടിയത്. കുറച്ചും കൂടെ വേണം. ഓക്കെ, പിന്നെ ഇത് മുരിങ്ങയുടെ ഉപ്പേരി ആട്ടോ. മുരിങ്ങൻ്റെ ഇലേൻ്റെ ഉപ്പേരി. നീ കഴിക്കണ്ട, ഞാൻ കഴിച്ചോളാം. അങ്ങനെ എത്ര എളുപ്പത്തിലാണ് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിയെന്ന് അറിയാം. നിന്റെ ചെമ്പൂലൊക്കെ ഇങ്ങനെയാണോ? ഇത്ര എളുപ്പം ഫുഡ് ഉണ്ടാക്കുമോ? ഇല്ല, കുറച്ച് ബുദ്ധിമുട്ടല്ലേ? എങ്ങനെയുണ്ട്? ഞങ്ങളുടെ ഫുഡാണോ നല്ലത്? ജമ്മുവിലെ ഫുഡാണ്. എനിക്ക് ഡയറ്റാണ്, ഞാൻ എഗ് ഡയറ്റിലാണ്. സോ ഐ ഈറ്റ് ഓൺലി സാലഡ് ആൻഡ് എഗ്.